മലയ്ക്കും കൂടെ വരാൻ കൊണ്ട് ഇങ്ങോട്ട്. അയ്യോ വേണ്ട, ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യണം. നീ ഇതൊരുമാതിരി കടമ തീർക്കുന്നത് പോലെ ആർക്ക് വേണം? ഞാൻ പോവാം. രാജേട്ടാ അറിയട്ടെ, ഞാൻ പോവാം. എങ്ങോട്ട്? വീട്ടിലോട്ട്. ഏത് വീട്ടിലോട്ട്? ഞാൻ എവിടെ നിന്നാണ് വന്നത് ആ വീട്ടിലോട്ട്. അതൊന്നും പറ്റില്ല. എന്താ പറ്റാത്ത? അവിടെ ആവുമ്പോ ശ്രീചേട്ടയുടെ അമ്മയുടെയും കൂടെ ലൂഡോ വെച്ചും നന്ദിനിയുടെ ഡയലോഗ് കേട്ടും സമയം കളയാം. എന്തിനാ വെറുതെ വേഗത്ത് കാണുന്നത്? ചായ ഉണ്ടല്ലോ ജോസഫേ, ചായ കുടി. ഈ ചായ കുടിക്കും. വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ ഞാൻ പറയുന്നു കേൾക്ക്. ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. പറയുന്നേക്ക്. വഴിയിൽ വെച്ച് ഇതുപോലെ പെരുമാറുന്ന ഉറപ്പാണോ? അതെ. ചീത്ത പറയില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ ചായ കുടിച്ചോട്ടെ. ഒരു ചായ കിട്ടും. ആ കയ്യൊന്നും എടുത്താൽ കൊള്ളായിരുന്നു. അത്രയും വലിയ അടുപ്പം നമ്മൾ തമ്മിലില്ലല്ലോ. ആ അകലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കരുതിട്ടാ പ്ലീസ്. അയ്യടാ, മുങ്ങി ചാവാൻ പോകുമ്പോ വൈക്കോൽ തുമ്പിൽ കിട്ടിയാലും കയ്യിൽ പിടിക്കുന്നത് പോലെ റോഡിൽ വീഴാൻ പോയപ്പോ ആത്മരക്ഷാർത്ഥം പിടിച്ചു ഒന്നേ ഉള്ളൂ. അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, തെറ്റിദ്ധരിക്കണ്ട. മനഃപൂർവ്വം കട്ടലും ഹമ്പിലും കൊണ്ട് ചെന്ന് ചാടിച്ച് അടുപ്പം ഉണ്ടാക്കാനാണ് ഭാവമില്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. കേട്ടോ? അയ്യേ, ഒന്ന് ഉപയോഗിക്കണേ. എനിക്ക് വേറെ പതിയില്ലേ? പോകുന്ന വഴിക്ക് ഞാൻ നിന്നെ വല്ല മോളിൽ വയ്ക്കൂടാ. അതാവുമ്പോ നിനക്ക് ആവശ്യത്തിന് വായി നോക്കി നടക്കുകയും ചെയ്യാം. പിന്നെ വൈകിട്ടാവുമ്പോൾ ഞാൻ വന്ന് പിടിക്കാം. അത് മതിയായിരുന്നെങ്കിലേ എനിക്ക് തന്നെ പോയാൽ മതിയായിരുന്നല്ലോ. വർക്ക്ഷോപ്പിൽ വെച്ച് എന്നെ കൊണ്ട് കറങ്ങാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? അത് അപ്പോഴത്തെ മൂടി പറഞ്ഞു പോയത്. മൂട് മാറുമ്പോ സ്വഭാവം മാറുന്നതേ ബാക്കി സ്ഥിരതയില്ല കാണുകളാ. ഇതിന് പെട്രോൾ ഇല്ലെന്നേ. പമ്പിലുണ്ടല്ലോ, അടിക്കാവുന്നേ.